വെൽക്കം ബാക്ക് ടു വിനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ ആനുവൽ എക്സാമിന് വേണ്ടുന്ന 1 മാർക്കിന്റെ പ്രധാനപ്പെട്ടത് നോക്കിയാൽ കുഞ്ഞുങ്ങളെ കേട്ടോ. നമ്മുടെ ബേസിക് സയൻസ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇത്രയും ചാപ്റ്ററിലെ പ്രധാനപ്പെട്ടത് നോക്കി 1 മാർക്കിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. നിങ്ങളത് എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ നോക്കി അങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. 1-2 വട്ടം, ഒരു വട്ടം കണ്ടാൽ എന്തായാലും ഇതെല്ലാം കൂടെ പഠിക്കാൻ പറ്റത്തില്ല. 1, 2, 3 വട്ടം കണ്ട് അങ്ങ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം 1 മാർക്കിന്റെ ആയതുകൊണ്ട് എല്ലാം ഓരോ വരിയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ അങ്ങ് തല പുകച്ച് ആലോചിച്ച് പഠിച്ച് അങ്ങനെ അങ്ങൊന്നും വേണ്ട. ഒന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പം നമ്മൾ നോക്കിക്കേ, ഒന്നാമത്തെ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഉണ്ട്. ഒരു ഇരുമ്പാണിയിൽ കോപ്പർ പൂശുന്നതിന് ഉപയോഗിക്കുന്ന ലായനി ഏതാണ്? ഒരു ഇരുമ്പാണിയിൽ കോപ്പർ പൂശുന്നതിന് ഉപയോഗിക്കുന്ന ലായനി ഏതാണ്? കോപ്പർ സൾഫേറ്റ് ലായനിയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇനി പ്രത്യേകിച്ച് അതിന് സെപ്പറേറ്റ് എഴുതിയെടുത്ത് നിങ്ങൾ സമയമൊന്നും കളയണ്ട കേട്ടോ. പഠിച്ചല്ലോ. എന്താണ്? വിച്ച് സൊല്യൂഷൻസ് ഈസ് യൂസ്ഡ് ടു ഇലക്ട്രോപ്ലേറ്റ് കോപ്പർ ഓൺ ആൻഡ് അയൺ നെയിൽസ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻസ്. ഒന്ന് പഠിച്ചേ. 2, വിച്ച് ഈസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി വെൻ ഗോൾഡ് ഈസ് ഇലക്ട്രോപ്ലേറ്റിംഗ് ഓൺ എ കോപ്പർ ബാങ്കിൾ? നമ്മൾ ചെമ്പ് വളയിൽ സ്വർണം പൂശുന്നതിന് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് ബന്ധിപ്പിക്കേണ്ടത് ഏതാണ്? ഗോൾഡ് കേട്ടോ. ഗോൾഡ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. എല്ലാ 1 മാർക്കിൻ്റെ കുഞ്ഞുങ്ങളെ ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉത്തരവും അങ്ങ് പറഞ്ഞു പോവുക കേട്ടോ. പിന്നെ അതിന് വേണ്ടി സമയം വേസ്റ്റ് ആക്കണ്ട. സ്വർണം പൂശും, നമ്മുടെ ചെമ്പ് വളയിൽ സ്വർണം പൂശുന്നതിന് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കേണ്ടത് ഏതാണ്? ഗോൾഡ്. അതൊരു പിക്ചർ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ ടെസ്റ്റിനകത്തിലെ. അതിനകത്തിലെ അറിയാവോ ഇലക്ട്രോണും ഒക്കെ ഉള്ള ആ പടം ഒന്ന് നോക്കണം കേട്ടോ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സബ്സ്റ്റൻസ്? ഏതൊരു ദ്രവ്യത്തിൻ്റെയും പൊതുവായ സവിശേഷതകൾ ഏതെല്ലാമാണ്? ഏതൊരു ദ്രവ്യത്തിൻ്റെയും പൊതുവായ സവിശേഷതകൾ ഏതെല്ലാമാണ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സബ്സ്റ്റൻസ്? റിക്വയർസ് സ്പേസ് ടു എക്സിസ്റ്റ്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. വി ഹാവ് മാസ്. അതിന് മാസും വെയിറ്റ് അല്ലേ, മാസും ഉണ്ടായിരിക്കണം. അടുത്ത, when a candle burn, 2 type of change occur. What are they? ഒരു മെഴുകുതിരി കത്തിച്ചാൽ 2 തരം മാറ്റങ്ങൾ സംഭവിക്കുന്നു. അവ ഏതെല്ലാം? ഒരു മെഴുകുതിരി കത്തിച്ചാൽ 2 തരം മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നു. ഏതെല്ലാം? വാക്സ് ബേണം അല്ലെ, മെഴുകുതിരി കത്തുന്നു, അവിടെ കെമിക്കൽ ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്, രാസമാറ്റമാണ് ഉണ്ടാകുന്നത്. വാക്സ് മെൽറ്റ് ആവുന്നു, അവിടെ ഫിസിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നു. മെഴുക് ഉരുകുന്നു, അവിടെ ഭൗതിക മാറ്റം ഉണ്ടാകുന്നു. ഓക്കെ ആണോ? അടുത്ത, ദ്രവ്യത്തിന്റെ അവസ്ഥാ പരിവർത്തനത്തിൽ വിനിമയം ചെയ്യപ്പെടുന്ന ഊർജ്ജരൂപം ഏതാണ്? ദ്രവ്യത്തിന്റെ അവസ്ഥാ പരിവർത്തനത്തിൽ വിനിമയം ചെയ്യപ്പെടുന്ന ഊർജ്ജരൂപം ഏതാണ്? വിച്ച് ഈസ് ദ ഫോം ഓഫ് എനർജി എക്സ്ചേഞ്ച്ഡ് ഡ്യൂറിങ് ചേഞ്ച് ടു സ്റ്റേറ്റ് ഓഫ് മാറ്റർ? ഹീറ്റ് ആണ് കേട്ടോ. ഹീറ്റ്, താപം. മലയാളം ഇംഗ്ലീഷും ഉണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. അടുത്ത, കമ്പഷൻ ഓഫ് എ സബ്സ്റ്റൻസ്. ഇന്ധനങ്ങളുടെ ജ്വലനത്തിന് പറയുന്നത് എന്താ? താപരാസ പ്രവർത്തനം. കമ്പഷൻ ഓഫ് സബ്സ്റ്റൻസ്, താപരാസ പ്രവർത്തനം. ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻസ് പ്ലാന്റ്സ്. സസ്യങ്ങളിലെ അന്നജ നിർമ്മാണം ഫോട്ടോസിന്തസിസ്. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ കേട്ടോ. പ്രകാശരാസ പ്രവർത്തനം. ഇതെല്ലാം നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ച ഓർമ്മയുണ്ടോ? ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ പ്ലാന്റ്സ്, സസ്യങ്ങളിലെ അന്നജ നിർമ്മാണം, പ്രകാശരാസ പ്രവർത്തനം. 6 പഠിച്ചേ. നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇനി SI യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിന്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ദൂരത്തിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. റൈറ്റ് ദ നെയിം ഓഫ് എ സോളിഡ് ലൂബ്രിക്കന്റ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകത്തിന്റെ പേരെന്താണ്? ഗ്രാഫൈറ്റ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകത്തിന്റെ പേരെന്താണ്? ഗ്രാഫൈറ്റ്. വാട്ട് യു മീൻ ബൈ സ്പീഡ്? വേഗം എന്നാൽ എന്താണ്? സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ യൂണിറ്റ് ടൈം. യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരമാണ് വേഗം. യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരമാണ് വേഗം. കേട്ടല്ലോ. അടുത്ത, വാട്ട് ഈസ് റഫറൻസ് ഒബ്ജക്റ്റ്? എന്താണ് റഫറൻസ്? അവലംബക വസ്തു എന്നാൽ എന്താണ്? ദ ഒബ്ജക്റ്റ് ടേക്കൺ ടു ഡിറ്റർമൈൻ ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓഫ് എ ബോഡി ഈസ് കാൾഡ് റഫറൻസ് ഒബ്ജക്റ്റ്. ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ നിർണ്ണയിക്കുന്നതിന് അടിസ്ഥാനമാകുന്ന വസ്തുവാണ് അവലംബകം.
എന്താണ് റെഫറൻസ് ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ നിർണ്ണയിക്കുന്നതിന് അടിസ്ഥാനമാകുന്ന വസ്തുവാണ് റെഫറൻസ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അവലംബകം എന്ന് പറയുന്നത്. എന്താണ് സ്ട്രീമിങ്? ധാരാരഹിതമാക്കൽ. സ്ട്രീമിങ് എന്ന് വെച്ചാൽ എന്താ? ധാരാരഹിതമാക്കൽ എന്നാൽ എന്താണ്? ദ മെത്തേഡ് ഓഫ് റെഡ്യൂസിങ് ഫ്രിക്ഷൻസ് ബൈ ചേഞ്ചിങ് ദ ഷേപ്പ് ഓഫ് ബോഡി ഈസ് കാൾഡ് സ്ട്രീമിങ്. ഒരു മാർക്കിന് ഏതൊക്കെ ഞാൻ പ്രധാനപ്പെട്ടത് നോക്കി മാത്രം നിങ്ങളൊരു ടെസ്റ്റിൽ നിന്ന് ഓരോ ചാപ്റ്ററിൽ നിന്നും എടുത്ത് എഴുതിയിരിക്കുന്നത്, അല്ലാതെ വലിയ ക്വസ്റ്റ്യൻ ആൻസറുകളൊന്നുമില്ല. ഇതെല്ലാം ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. സ്ട്രീമിങ് ഒരു മാർക്കിന് ചോദിക്കാം. എന്താ? അതായത് ഘർഷണം കുറയ്ക്കത്തക്ക വിധം ആകൃതി വ്യത്യാസപ്പെടുന്നതിനെയാണ് സ്ട്രീമിംഗ് അല്ലെങ്കിൽ ധാരാരഹിതമാക്കൽ എന്ന് പറയുന്നത്. 1 കിലോമീറ്റർ പെർ ഹവറിലാണ് 1 കിലോമീറ്റർ ഈ വരയ്ക്കുന്ന പെർ എന്നാണ് കേട്ടോ. സ്ലാഷ് ഇങ്ങനെ സൈഡ് ചരിച്ച് വരയ്ക്കുന്നതിന് പെർ. എച്ച് എന്ന് വെച്ചാൽ ഹവർ ഈസിക്കൽ ടു ഡാഷ് മീറ്റർ പെർ സെക്കൻഡ് 5/18 വെച്ചാണ് കേട്ടോ. ഇത് വെച്ചാണ് നമ്മൾ കണക്ക് ചെയ്യുന്നത്. അത് ഓർത്ത് വെച്ചോണേ. ഫൈൻഡ് വിച്ച് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ലൂബ്രിക്കൻ്റ്. സ്നേഹങ്ങൾക്ക് ഉദാഹരണം എഴുതാൻ ചോദിക്കും കുഞ്ഞുങ്ങളെ. ഓയിൽ കേട്ടോ, വാട്ടർ, ഗ്രീസ്, ഹണി. അല്ല, ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്നേഹങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത് ഇതിനകത്തിൽ ഏതാണെന്നാണ് കേട്ടോ. അത് വെള്ളമാണ് കേട്ടോ. ഉദാഹരണമല്ലാത്തത് ഏതാണ്? നമ്മളോട് ചോദ്യം വായിച്ചു നോക്കണം. നോട്ട് ആൻ എക്സാമ്പിൾ കേട്ടോ. ചോദ്യം കേട്ടിട്ടേ എഴുതാവൂ. അടുത്ത എന്താണ് കോണ്ടാക്ട് ഫോഴ്സ്? സമ്പർക്ക ബലം എന്നാൽ എന്താണ്? കോണ്ടാക്ട് ഫോഴ്സ് അല്ലെങ്കിൽ സമ്പർക്ക ബലം എന്നാൽ എന്താണ്? ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് വെൻ ഒബ്ജക്റ്റ് കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. വസ്തുക്കൾ പരസ്പരം സമ്പർക്കത്തിൽ വരുമ്പോൾ അനുഭവപ്പെടുന്ന ബലത്തിനെയാണ് കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. ടോമി കംപ്ലീറ്റഡ് ഡിസ്റ്റൻസ് ഓഫ് 500 മീറ്റർ ഫ്രം ഹോം ഇൻ 250 സെക്കൻഡ്. ഫൈൻ ടോമി സ്പീഡ്. അത് കണക്കാണ് ഫിസിക്സിലെ. ടോമി വീട്ടിൽ നിന്നും 500 മീറ്റർ ദൂരം 250 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കിയെങ്കിൽ കേട്ടോ, ടോമിയുടെ വേഗത കണ്ടെത്താൻ സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ അറിഞ്ഞാൽ അത് നിങ്ങളെ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. നമുക്ക് രണ്ടും തന്നിട്ടുണ്ട്. 200/250 2 മീറ്റർ പെർ സെക്കൻഡ് കേട്ടോ. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാണുമ്പോൾ ഇങ്ങനെ ഒന്നിൽ ഇക്വേഷൻ പഠിക്കണം. എങ്ങനെയാണ് കേട്ടോ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ് കാണുന്നുള്ള ഇക്വേഷൻ. അടുത്ത വാട്ട് ഈസ് പ്രഷർ? എന്താണ് മർദ്ദം? യൂണിറ്റ് പരപ്പളവിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. പ്രഷർ ഈസ് ദ ഫോഴ്സ് ആക്ടിങ് പെർപെൻഡിക്കുലറി പെർ യൂണിറ്റ് ഏരിയ. അടുത്ത എന്താണ് ത്രസ്റ്റ്? കേട്ടോ, വ്യാപക മർദ്ദം എന്നാൽ എന്ത്? ദ ഫോഴ്സ് ആക്ടിങ് നോർമലി ഓൺ എ സർഫേസ് ഈസ് കാൾഡ് ത്രസ്റ്റ്. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലത്തെയാണ് വ്യാപക മർദ്ദം എന്ന് പറയുന്നത്. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലത്തെയാണ് വ്യാപക മർദ്ദം അല്ലെങ്കിൽ ത്രസ്റ്റ് എന്ന് പറയുന്നത്. മർദ്ദത്തിന്റെ യൂണിറ്റ് ഓർത്തോണേ. യൂണിറ്റ് ഓഫ് പ്രഷർ ത്രസ്റ്റ് ബൈ ഏരിയ. P = F/A കേട്ടോ. ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ. ഒരു പാസ്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. വാട്ട് ഈസ് ഡെൻസിറ്റി? സാന്ദ്രത എന്നാൽ എന്താണ്? ദ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് പെർ യൂണിറ്റ് വോളിയം ഈസ് കാൾഡ് ഡെൻസിറ്റി. ഡെൻസിറ്റി കാണുന്ന ഇക്വേഷൻ മീറ്റർ ബൈ വി. മാസ് ബൈ വി ആണ് കേട്ടോ. യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിന്റെ മാസിനെ സാന്ദ്രത എന്ന് പറയുന്നു. എല്ലാം ഞാൻ സ്പീഡിൽ വായിച്ചു പോകുന്നെങ്കിലും നിങ്ങളിത് പഠിച്ചു തന്നെ പോകണം കേട്ടോ. 21. ഓക്കെ, അടുത്ത ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിന്റെ അളവാണ് ഡാഷ്. ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിന്റെ അളവാണ് വ്യാപ്തം. ദ സ്പേസ് റിക്വയർഡ് ബൈ മാറ്റർ ടു ഓക്കുപൈ ഈസ് കാൾഡ് വോളിയം കേട്ടോ. എല്ലാം ഒരു മാർക്കിൻ്റെയാണ്. മഗ്നീഷ്യം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? വാട്ട് ഈസ് ദ ഗ്യാസ് ലിബറേറ്റഡ് വെൻ മഗ്നീഷ്യം റിയാക്ട് വിത്ത് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്? ഹൈഡ്രജൻ ആണ് കേട്ടോ. നീളം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ സ്കെയില്, ടേപ്പ് കേട്ടോ. അതെ, ന്യൂട്ടൺ എന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണ്? ന്യൂട്ടൺ ഈസ് ദ യൂണിറ്റ് ഫോഴ്സ് ആണ്. പ്രകാശം ശൂന്യതയിൽ സഞ്ചരിക്കുന്ന ദൂരം. ദ ഡിസ്റ്റൻസ് ലൈറ്റ് ട്രാവൽ ഇൻ എ വാക്വം ഈസ് ലൈറ്റ് ഇയർ എന്നാണ് പറയുന്നത് കേട്ടോ. പ്രകാശവർഷം. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. എപ്പോഴും ജലത്തിന്റെ തിളനിലം 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫ്രീസിംഗ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസുമാണ്. 1 കിൻഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കിലോയാണ് കുഞ്ഞുങ്ങൾ കേട്ടോ. 1 കിൻഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കിലോയാണ്. ശുദ്ധമായ ജലത്തിന്റെ സാന്ദ്രത എത്ര എന്ന് ചോദിക്കും കേട്ടോ. വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഓഫ് പ്യൂർ വാട്ടർ? 1 gram per centimeter cube. അതൊക്കെ നല്ലപോലെ പഠിക്കണം കേട്ടോ. 1 മാർക്കിന്റെ നല്ല ക്വസ്റ്റ്യൻ ആൻസറുകൾ അതല്ല. അടുത്ത വിച്ച് ഫോം ഓഫ് എനർജി ഈസ് അബ്സോർബ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ്? പ്രകാശ സംശ്ലേഷണത്തിൽ ഏത് ഊർജ്ജമാണ് ആഗിരണം ചെയ്യുന്നത്?
പ്രകാശ സംശ്ലേഷണത്തിൽ ഏത് ഊർജ്ജമാണ് ആഗിരണം ചെയ്യുന്നത്? ലൈറ്റ് എനർജി, പ്രകാശോർജ്ജം. വാട്ട് ഈസ് ഇലക്ട്രോപ്ലേറ്റിംഗ്? വളരെ ഇമ്പോർട്ടൻ്റ്, ഒരു 3 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിക്കാൻ പറ്റുന്നതുമാണ്, 1 മാർക്കിനും ചോദിക്കാം. വൈദ്യുത ലേപനം എന്നാൽ എന്താണ്? മേക്കിംഗ് മെറ്റാലിക് കവറിംഗ് ഓൺ മെറ്റാലിക് ഒബ്ജക്റ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് നോൺ ആസ് ഇലക്ട്രോപ്ലേറ്റിംഗ്. വൈദ്യുതി ഉപയോഗിച്ച് ലോഹവസ്തുക്കൾക്ക് മുകളിൽ മറ്റു ലോഹങ്ങളുടെ ആവരണം ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് വൈദ്യുത ലേപനം എന്ന് പറയുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് എർത്ത് വോം ഈസ് കോമൺലി യൂസ്ഡ് ഇൻ വെമി കമ്പോസ്റ്റിംഗ്? മണ്ണിര കമ്പോസ്റ്റിങ്ങിന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന മണ്ണിരയുടെ ഇനം ഏതാണ്? ഐസനിയ ഫെറ്റീഡ. ഐസനിയ ഫെറ്റീഡ. സ്പെല്ലിംഗ് ഒക്കെ നോക്കണേ. ദ യുറേ മില്ലർ എക്സ്പെരിമെന്റ് അല്ലേ, ഓർമ്മയുണ്ട്? യുറേ മില്ലർ എക്സ്പെരിമെന്റിന്റെ പ്രൈമറി ഡിമോൺസ്ട്രേറ്റഡ് ദാറ്റ്, യുറേ മില്ലർ പരീക്ഷണം പ്രധാനമായും തെളിയിച്ചത് ഓർഗാനിക് മോളിക്യൂൾസ് കുഡ് ഫോം ഫ്രം ഓർഗാനിക് സബ്സ്റ്റൻസ്. അജൈവ വസ്തുക്കളിൽ നിന്ന് ജൈവ തന്മാത്രകൾ ഉണ്ടാകാം എന്നാണ് കേട്ടോ. അജൈവ വസ്തുക്കളിൽ നിന്നും ജൈവ തന്മാത്രകൾ ഉണ്ടാകാവുന്ന. അഡിനിൻ കൃത്രിമമായിട്ട് സൃഷ്ടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? വിച്ച് സയന്റിസ്റ്റ് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ആർട്ടിഫിഷ്യലി സിന്തസൈസിങ് അഡിനിൻ? ഏതാണ്? ജോവാൻ ഒറോ. ആ പേര് നോക്കണേ, ജോവാൻ ഒറോ. ആ ചാപ്റ്റർ നമ്മൾ നല്ലപോലെ പഠിപ്പിച്ചതാണ്. ജീവന്റെ ആദ്യ രൂപങ്ങൾക്ക് ഏറ്റവും സാധ്യതയുള്ളത് ജീവന്റെ ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് വെയർ മോസ്റ്റ് ലൈക്ലി പ്രോക്യാരിയോട്ട് സെല്ലാണ് കേട്ടോ. പ്രോക്യാരിയോട്ട് കോശങ്ങൾ. ആദിമ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഇല്ലാതിരുന്നത് ഓക്സിജനാണ് കേട്ടോ. ഏതാണ്? ഗ്യാസ് വാസ് നോട്ട് പ്രസന്റ് ഇൻ ദ പ്രിമിറ്റീവ് എർത്ത് അറ്റ്മോസ്ഫിയർ. നമ്മുടെ ആദിമ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഇല്ലാതിരുന്നത് ഓക്സിജനാണ്. ജീവന്റെ ആവിർഭാവവുമായിട്ട് ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ ഏതെല്ലാമാണ്? വാട്ട് ആർ ദ തിയറിക്ക് റിലേറ്റഡ് ടു ദ ഒറിജിൻ ഓഫ് ലൈഫ്? ഏതാണ്? പാൻസ്പേർമിയ സിദ്ധാന്തവും രാസപരിണാമ സിദ്ധാന്തവുമാണ്. പ്രോട്ടീനുകൾക്ക് സമാനമായ തന്മാത്രകളെ കൃത്രിമമായിട്ട് നിർമ്മിക്കാനാവുമെന്ന് ആരാണ് തെളിയിച്ചത്? സിഡ്നി ഫോക്സ് ആണ് കേട്ടോ. വാട്ട് ആർ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് പ്രോക്യാരിയോട്ടിക് സെല്ല്? പ്രോക്യാരിയോട്ടിക് സെല്ലിന്റെ സവിശേഷത ഒരു 2 എണ്ണം പഠിച്ചു വെച്ചേക്കണം. എന്താണ്? എ ഫ്യൂ സെൽ ഓർഗനൽസ് ആണ്. കോശാംഗങ്ങൾ കുറവാണ്. സെൽ ഓർഗനൽസ് ഹാവ് നോ എംബ്രനസ് കവറിങ്. കോശാംഗങ്ങൾക്ക് സ്തരാവരണമില്ല. മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ആബ്സെന്റ്. സ്തരാവരണമുള്ള മർമ്മവും ഇല്ല എന്നുള്ളതാണ് കേട്ടോ. ഞാൻ വായിക്കുന്നത് നിങ്ങൾ നോക്കണം, നിങ്ങൾ നോട്ടങ്ങ് എഴുതുക എന്നുള്ളതാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കേൾക്കുക. വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് യൂക്യാരിയോട്ടിക് സെല്ല്? യൂക്യാരിയോട്ടിക്സ് നമ്മൾ പ്രോക്യാരിയോട്ടിൻ്റെയും പഠിക്കണം, യൂക്യാരിയോട്ടിൻ്റെയും. ഡിഫറൻസ് ചോദിച്ചാൽ ഇത് തന്നെ എഴുതി വെച്ചാൽ മതി. മെനി സെൽ ഓർഗനൽസ്, കൂടുതൽ കോശാംഗങ്ങളുണ്ട്. സ്തരാവരണങ്ങളോട് കൂടിയ കോശാംഗങ്ങളാണ്. സ്തരാവരണമുള്ള മർമ്മമാണ് കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇത് കേട്ടോ. പ്രോക്യാരിയോട്ടും പ്രോക്യാരിയോട്ടും. ഓക്കെ. അടുത്ത കോസ്മിക് കലണ്ടറിലെ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 438 വർഷമാണ് കേട്ടോ. 1 സെക്കൻഡ് ഈസ് കോസ്മിക് കലണ്ടർ. 438 ഇയർ ആണ് കേട്ടോ. 40. അടുത്ത അസോള ഈസ് എ ഡാഷ്. അസോള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്ടർ ഫേൺ ആണ് കേട്ടോ. വാട്ടർ ഫേൺ. പയർവർഗ സസ്യങ്ങളുടെ വേരിലെ മുഴകളിൽ കാണപ്പെടുന്ന ജൈവവളമാണ് റൈസോബിയം. വിച്ച് ബയോഫെർട്ടിലൈസർ ഈസ് ഫൗണ്ട് ഇൻ ദ റൂട്ട് നോഡൽസ് ഓഫ് ലെഗുമിനസ് പ്ലാന്റ്സ് കേട്ടോ. ഏതാണ്? റൈസോബിയം. അടുത്ത വാട്ട് ഈസ് യൂസ്ഡ് വെമി കമ്പോസ്റ്റിംഗ് ടു ഡീകമ്പോസ് ഓർഗാനിക് മാറ്റർ? എർത്തുവമാണ്. മണ്ണിര കമ്പോസ്റ്റിൽ ജൈവവളങ്ങൾ വിഘടിക്കാൻ എന്താണ് ഉപയോഗിക്കുന്നത്? മണ്ണിരകളെയാണ്. ഇനി ഇത് ചോദിക്കുന്നില്ല, ഉറപ്പായിട്ട് ചോദിക്കുന്ന ഇതിനകത്തിലെ തിരിച്ചു മറിച്ചു വിട്ട് ഫണ്ടമെന്റൽ യൂണിറ്റുകളും അതിന്റെ സിമ്പിൾസിലും. ലെങ്തിന് M, മാസിന് kg, ടൈമിന് സെക്കൻഡ്, ടെമ്പറേച്ചർ K, ഇലക്ട്രിക് കറണ്ടിന് A, ലൂമിനസ് ഇന്റൻസിറ്റിക്ക് CD കേട്ടോ. ഇത് പഠിച്ചു വെച്ചേക്കണേ. 1 മിനിറ്റ് എത്രയാണ്? 1 ഗ്രാം എത്രയാണ്? 1 ക്വിൻ്റൽ എത്രയാണ്? 1 ടൺ എത്രയാണ്? കണ്ടോ. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. നമുക്ക് എല്ലാം പറയേണ്ടത് കൊണ്ടാണ് ഞാൻ ഈ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ആ പേജ് ഓക്കെ ആവുന്നില്ലേ? അത് ഓക്കെ ആണല്ലോ. അടുത്തത് വെർട്ടിക്കൽ ഫാമിംഗ് എന്നാൽ എന്താണ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട്, കാണാൻ പറ്റുന്നല്ലോ. വെർട്ടിക്കൽ. അതുപോലെ തന്നെ സ്മാർട്ട് ഫാമിംഗ് എന്നാൽ എന്ത്? അതും കൊടുത്തിട്ടുണ്ട്. വെർട്ടിക്കൽ ഫാമിംഗ്, സ്മാർട്ട് ഫാമിംഗ് എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും ഓരോ വരിയേ ഉള്ള അങ്ങ് എഴുതി വെക്കണോ. അമിനോ ആസിഡുകളെ കുറിച്ചും ഉണ്ട് കേട്ടോ. അമിനോ ആസിഡുകളെ കുറിച്ച് കേട്ടോ. അമിനോ ആസിഡ്. ടിഷ്യൂ എന്നാൽ എന്താ കുഞ്ഞുങ്ങളെ? ടിഷ്യൂ എ ഗ്രൂപ്പ് ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് സെൽ ആർ കാൾഡ് അല്ലേ. ഈ സെല്ലുകളുടെ കൂട്ടത്തിന് പറയുന്ന പേരാണ് എന്താ? കലകൾ അല്ലെങ്കിൽ ടിഷ്യൂ എന്ന് പറയുന്നത്.
അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാരൻകൈമ. പാരൻകൈമയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിക്കും കേട്ടോ. എന്താ കണ്ടെയ്ൻ ലിവിങ് സെൽസ്. മുമ്പ് നമ്മൾ പാരൻകൈമയും അല്ല പ്രോക്യാരിയോട്ടും യൂക്യാരിയോട്ടുമാണ് അല്ലേ. ഇത് പാരൻകൈമയാണ്. പാരൻകൈമ എന്ന് വെച്ചാൽ ജീവനുള്ള കോശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ചിലതിനെ വിഭജിക്കാനുള്ള കഴിവുണ്ട്. കനം കുറഞ്ഞ കോശഭിത്തിയുമായിരിക്കും പാരൻകൈമയ്ക്ക്. എന്നാൽ കോളൻകൈമയ്ക്കോ അത് സജീവ കലയാണ്. സെല്ലുലോസ്, പെക്റ്റിൻ എന്നിവ കൊണ്ട് നിർമ്മിതമായ കോശഭിത്തിയാണ്. അവയുടെ ചില ഭാഗങ്ങളിൽ കട്ടി കൂടുതലുമായിരിക്കും. അതാണ് ഈ പാരൻകൈമയും കോളൻകൈമയും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. പാരൻകൈമയും കോളൻകൈമയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ എഴുതാൻ അറിയണേ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അടുത്തത് സ്ക്ലെറൻകൈമ എന്താണ്? സ്ക്ലെറൻകൈമ എന്ന് വെച്ചാൽ നിർജീവ കോശങ്ങളാണ്. കട്ടി കൂടിയ കോശഭിത്തിയായിരിക്കും കേട്ടോ. സസ്യഭാഗങ്ങൾക്ക് ദൃഢതയും താങ്ങും നൽകുന്നത് സ്ക്ലെറൻകൈമയാണ്. ഈ 3 കൈമയെക്കുറിച്ച് ഒന്ന് പഠിക്കണേ. ഏതാണ്? പാരൻകൈമയെക്കുറിച്ച് ഒരു വരിയേ ഉള്ളൂ. രണ്ടാമത്തത് കോളൻകൈമയെക്കുറിച്ച് ഒരു വരിയേ ഉള്ളൂ. സ്ക്ലെറൻകൈമയെക്കുറിച്ച് ഒരു വരിയേ ഉള്ളൂ കേട്ടോ. സെല്ല് വാളെന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? സെൽവാള് കോശസ്തരത്തിന് പുറത്തുള്ളതാണ് അല്ലെ. കാഠിന്യമുള്ള പാളിയാണ്. ഇത് കോശത്തിന് സംരക്ഷണവും ആകൃതിയും നൽകുന്നു. സസ്യങ്ങളിലെ കോശഭിത്തി മുഖ്യമായും സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചോദിക്കും കേട്ടോ. ദ പ്ലാന്റ്സ് സെൽ വാൾ ഈസ് മെയിൻലി മെയ്ഡപ്പ് ഓഫ് സെല്ലുലോസ്. എല്ലാം ഇംഗ്ലീഷ് മലയാളം ഉണ്ട്. ഞാൻ എല്ലാം പറയേണ്ടത് കൊണ്ട് സ്പീഡിൽ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. പ്രോട്ടോപ്ലാസം എന്നാൽ എന്താണ്? ജീവദ്രവ്യം. Protoplasm consists of all the components inside the cell membrane, including the nucleus and cytoplasm. മർമ്മവും കോശദ്രവ്യവും ഉൾപ്പെടെ കോശസ്തരത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് ജീവദ്രവ്യം എന്ന് പറയുന്നത് കേട്ടോ, പ്രോട്ടോപ്ലാസം. അപ്പോൾ സൈറ്റോപ്ലാസം എന്നാൽ എന്താ? പ്രോട്ടോപ്ലാസവും സൈറ്റോപ്ലാസവും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. എന്താ? കോശത്തിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രാവകമാണ്. ഇതെല്ലാ കോശാംഗങ്ങളെയും യഥാസ്ഥാനത്ത് നിലനിർത്തുകയും നിരവധി രാസപ്രവർത്തനങ്ങളുടെ മാധ്യമമായി വർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം എന്താ കുഞ്ഞുങ്ങളെ? ന്യൂക്ലിയസ് ആണ്. ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ്സുകൾ, ഹരിതകണങ്ങൾ, വർണ്ണകണങ്ങൾ, ശ്വേതകർണങ്ങൾ കേട്ടോ. ശ്വേതകണങ്ങൾ ആഹാരം നിർമ്മിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന സസ്യകോശങ്ങളുടെ പ്രത്യേക ഭാഗങ്ങളാണ് ഏതാ? പ്ലാസ്റ്റിഡ്സ് കേട്ടോ, ജൈവ കണങ്ങൾ. ഇതെല്ലാം ഒരു മാർക്കിന്റെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത പ്ലാസ്റ്റിഡ്സ് എന്ന് വെച്ചാൽ എന്നാൽ എന്തെന്ന് ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിക്കാം കേട്ടോ. പ്ലാസ്റ്റിഡ്സ് ആർ എ സ്പെസിഫിക് പാർട്ട് ഓഫ് ദ പ്ലാന്റ്സ് സെല്ല് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ സിന്തസിസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ് മെറ്റീരിയൽസ്. ഒരു സസ്യകോശത്തിലെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ് ആണ്. മറന്നുപോലെ സെല്ലുലോസ്. സസ്യകോശത്തിലെ കോശഭിത്തിയുടെ ധർമ്മം എന്താണ്? ഒരു മാർക്കിന് ചോദിക്കാം. സസ്യകോശത്തിലെ കോശഭിത്തിയുടെ ധർമ്മം എന്താണ്? എന്താ? ഒരു സസ്യകോശത്തിന്റെ ഏറ്റവും പുറമേയുള്ള കാഠിന്യമുള്ള പാളിയാണ് ഈ കോശഭിത്തി. ഇത് സസ്യകോശത്തിന് സംരക്ഷണവും ആകൃതിയും നൽകുന്നു. Cell wall is a rigid outer layer to provide protections and shape to the cell. എല്ലാം ഒറ്റ വരിയേ ഉള്ളൂ നിങ്ങൾ, ഓരോ വരിയേ ഉള്ളൂ. ഡാഷ് ഈസ് ദ സ്റ്റഡി ഓഫ് സെല്ല്. എന്താ? സെൽ ബയോളജി അല്ലേ, കോശ വിജ്ഞാനീയം. കോശങ്ങൾക്ക് കോശങ്ങൾ എന്ന പേര് നൽകിയത് റോബർട്ട് ഹൂക്കാണ് കേട്ടോ. പിന്നെ എല്ലാ സസ്യങ്ങൾക്കും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞത് MJ ഷ്ലീഡൻ ആണ്. എല്ലാ ജന്തുക്കൾക്കും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ, എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ചത് തിയോഡർ ഷോൺ ആണ്. എല്ലാ സസ്യങ്ങളും കോശങ്ങളുണ്ടെന്ന് പറഞ്ഞത് MJ ഷ്ലീഡൻ ആണ്. പിന്നെ മൈക്രോസ്കോപ്പുകളിൽ വസ്തുക്കളെ വലുതാക്കി കാണാൻ സഹായിക്കുന്ന അതിലെ ലെൻസ് ഉള്ളത് കൊണ്ടാണ് അല്ലേ. പ്ലാന്റ് ടിഷ്യൂ 2 വിധമുണ്ട്. സസ്യകലകൾ, മെരിസ്റ്റമാറ്റിക് കലകളുമുണ്ട്, സ്ഥിര കലകളുമുണ്ട് അല്ലേ. മെരിസ്റ്റമാറ്റിക്കും ഉണ്ട്, പെർമനൻ്റ് ഉണ്ട്. 2 തരത്തിലുള്ള കലകളുണ്ട്. ഫങ്ഷൻസ് ഓഫ് സൈലം ആൻഡ് ഫ്ലോയം. സൈലവും ഫ്ലോയവും തമ്മിലുള്ള വ്യത്യാസം. ഇലകളിലേക്കുള്ള ജലം, ലവണങ്ങൾ എന്നിവയുടെ സംവഹനം നടക്കുന്നത് സൈലത്തിലൂടെയാണ്. ഇലകളിലേക്കുള്ള ജലം, ലവണങ്ങൾ എന്നിവയുടെ സംവഹനം നടക്കുന്നത് സൈലത്തിലൂടെയാണ്. എന്നാൽ ഈ ഇലകൾ നിർമ്മിക്കുന്ന ആഹാരത്തെ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഫ്ലോയവുമാണ്. തിരിഞ്ഞു പോലെ തങ്ങളി. കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് എ സാൾട്ട് ടു ദ ലീവ്സ് ടേക്ക് പ്ലേസ് ത്രൂ എ സൈലം. പക്ഷേ ഫ്ലോയം ക്യാരി ഫുഡ് സിന്തസിസ് ബൈ ദ ലീവ്സ് ടു ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ പ്ലാന്റ്സിന്റെ ബോഡി കേട്ടോ. മലയാളം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അടുത്ത മെരിസ്റ്റമാറ്റിക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ഇത് നിറയെ കോശദ്രവ്യവുമാണ്, വലിയ മർമ്മമാണ്, നേരിയ കോശഭിത്തിയാണ് കേട്ടോ. സസ്യ വളർച്ചയ്ക്ക് കാരണമായ കോശങ്ങൾ മെരിസ്റ്റമാറ്റിക് കോശങ്ങളാണ് കേട്ടോ. വേരിന്റെയും കാണ്ഡത്തിന്റെയും അഗ്രഭാഗത്ത് കാണപ്പെടുന്നത് അഗ്രമെരിസ്റ്റമാണ്. എപ്പിക്കൽ മെരിസ്റ്റം കേട്ടോ. എപ്പിക്കൽ മെരിസ്റ്റം ഈ സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് റൂട്ട് ആൻഡ് സ്റ്റെം. ഞാൻ ഈ മലയാളം വായിച്ചു പോകുന്നത് കേട്ടോ. വേരിന്റെയും കാണ്ഡത്തിന്റെയും വശങ്ങളിൽ കാണപ്പെടുന്നത് പാർശ്വമെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം എന്നാണ് കേട്ടോ. ഏകബീജപത്രങ്ങളിൽ 2 പർവ്വങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന മെരിസ്റ്റം ഏതാണ്? ഇന്റേണൽ കാലറി മെരിസ്റ്റം അല്ലേ.
പർവാന്തര മേരിസ്റ്റം. പേരൊക്കെ ഇച്ചിരി വെറൈറ്റി പേരുകളാണ് കേട്ടോ. അടുത്തത് സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജോൺ റേ ആണ്. 3 കിങ്ഡം വർഗീകരണം കൊണ്ടുവന്നത് ഏണസ്റ്റ് ഹെയ്ക്കൽ ആണ് കേട്ടോ. ഫാദർ ഓഫ് ടാക്സോണമി ആരാണ്? കാൾ ലിനൈസ് ആണ്. കാൾ ലിനൈസിനെ കുറിച്ചൊക്കെ നമ്മൾ കുറെ പഠിച്ചാണ്. കാൾ ലിനൈസിന്റെ വർഗീകരണ തലങ്ങളെ ഏറ്റവും ഉയർന്ന തലം കിങ്ഡം ആണ് കേട്ടോ. കിങ്ഡം അനിമേലിയ, കിങ്ഡം ഫ്ലോയം, സൈലോഗഡോ. ടാക്സ എന്നാൽ എന്താണ്? ടാക്സ വർഗീകരണത്തിലെ വിവിധ തലങ്ങളെയാണ് ടാക്സ എന്ന് പറയുന്നത്. 2 കിങ്ഡം വർഗീകരണ രീതി അവതരിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് കാൾ ലിനസ് ആണ് കേട്ടോ. ലിനൈസിന്റെ 2 കിങ്ഡം വർഗീകരണ രീതിയിലുള്ള കിങ്ഡം അനിമേലിയയും പ്ലാന്റയാണ് കേട്ടോ. അനിമേലിയയും പ്ലാന്റ്. ഏതൊക്കെ 5 കിങ്ഡങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അനിമേലിയ, ഫഞ്ചൈ, പ്രൊട്ടീസ്റ്റ, മൊണേറ ആൻഡ് പ്ലാന്റ് കേട്ടോ. മൊണീറ, ഫഞ്ചൈ, പ്രൊട്ടീസ്റ്റ, മൊണീറ, പ്ലാന്റ്. ഈ 5 എണ്ണമാണ് 5 കിങ്ഡം. രോഗകാരികളായ പ്രൊട്ടീസ്റ്റകൾ ഏതെല്ലാമാണ്? പ്ലാസ്മോഡിയവും എൻഡമീബ, ഹിസ്റ്റോളിറ്റിക്ക. പല്ലിപ്പോൾ ഊരിപ്പോയി ഇനി അല്ലേ. വാട്ട് ആർ ദ യൂസ്ഫുൾ ഫഞ്ചൈ? ഉപയോഗയോഗ്യമായ ഫംഗസുകൾ ഏതെല്ലാമാണ്? നമ്മൾ ബേക്കിങ്ങിനും വൈന്, ആൽക്കഹോള് എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഈസ്റ്റ്, ഭക്ഷ്യയോഗ്യമായ കൂണുകൾ എന്നിവ ഉപയോഗയോഗ്യമായ ഫംഗസുകളാണ് കേട്ടോ. ഈ സാപ്രോഫൈറ്റ് എന്ന് വെച്ചാൽ എന്താവും നിങ്ങൾ ഈ അഴുകിക്കിടക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് മൃതമായ, അതായത് ഫംഗസുകളെ ശവഭോജികൾ എന്നും പറയുന്നുണ്ട് കേട്ടോ. ശവോപജീവികൾ എന്നും പറയുന്നുണ്ട്. ശവോജിയല്ല, ശവോപജീവികൾ എന്നും സാപ്രോഫൈറ്റിനെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ചീഞ്ഞഴുകുന്ന വസ്തുക്കളിൽ നിന്നും പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നതിനാലാണ് അവയെ ഈ ശവോപജീവികൾ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഫംഗസുകളുണ്ട്. ഏതാ? കാൻഡിഡിയാസിസ്, റിംഗ്വേം, വട്ടച്ചൊറിയൊക്കെ ഇല്ലേ, വട്ടച്ചൊറി അതാ. പിന്നെ വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് ഹ്യൂമൻ? ഹോമോസാപ്പിയൻസ് ആണ് കേട്ടോ. ഹോമോസാപ്പിയൻസ്. പിന്നെ ഈ ടൈഗറിന്റെ ഒരു പടം തന്നിട്ട് അതിനെക്കുറിച്ച് നമ്മുടെ ടെസ്റ്റിലുണ്ട് ഇതാട്ടോ. നിങ്ങൾ അതങ്ങ് എഴുതിക്കോണേ നിങ്ങളെ. ടൈഗറിന്റെ ആനിമൽസിനെ കുറിച്ചും ഉണ്ട്, പ്ലാന്റ്സിനെ കുറിച്ചും ഉണ്ട് കേട്ടോ. പ്രധാനപ്പെട്ട കോശാംഗങ്ങൾ ഏതെല്ലാമാണെന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട കോശാംഗങ്ങൾ. ഓക്കെ, ഞാനിത് സ്പീഡിൽ പോകുന്നത് നിങ്ങൾക്ക് ഇതെല്ലാം പറയേണ്ടതുകൊണ്ടാണ് കേട്ടോ. ഇനി അതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതുകൂടെ അങ്ങ് പറയാമെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, അടിസ്ഥാന അളവുകൾ എന്നാൽ എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഓർ ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി ആൻഡ് കനോട്ട് ബി എക്സ്റ്റെൻഡഡ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളെയാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. SI യൂണിറ്റ് എന്നാൽ എന്താ? ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്, അബ്രിവേറ്റഡ് ആസ് SI യൂണിറ്റ്. എല്ലാ ഭൗതിക അളവുകൾക്കും ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള യൂണിറ്റുകളെയാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെ ഭൗതിക അളവ് എന്നാൽ എന്താണ്? എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എ ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ്. അളന്ന് നോക്കി പ്രസ്താവിക്കാൻ കഴിയുന്ന അളവാണ് ഭൗതിക അളവുകൾ. അത് ഹൈറ്റ്, ഏരിയ, ഇതൊക്കെ പറ്റും. 1 കിൻഡൽ എന്നാൽ എന്താണ്? 1 കിൻഡൽ എന്ന് വെച്ചാൽ 100 കിലോഗ്രാം ആണ്. ഇപ്പോൾ 1 ടൺ എന്ന് വെച്ചാലോ 1000 കിലോയാണ് കേട്ടോ. 1000 കിലോ. ഡെൻസിറ്റി അല്ലെ സാന്ദ്രത എന്നാൽ എന്താണ്? ദ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് പെർ യൂണിറ്റ് വോളിയം ഈസ് കാൾഡ് ഡെൻസിറ്റി. യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിന്റെ മാസിനെ സാന്ദ്രത എന്ന് പറയുന്നു. ഡെൻസിറ്റി കാണുന്ന ലൊക്കേഷൻ മാസ് ബൈ വോളിയമാണ്. കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്നു, വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു. ഓർമ്മയുണ്ടോ? കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ എപ്പോഴും വികർഷിക്കുകയാണ്, വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയാണ്. ഓക്കെ, വൈദ്യുത ചാർജുകൾ എന്നാൽ എന്താണ്? വൈദ്യുത ചാർജുകൾ എന്നാൽ എന്താണ്? എന്താണ് ഇലക്ട്രിക് ചാർജ്? എന്താണ് ഇലക്ട്രിക് ചാർജ്? ഈസ് ദ ഫണ്ടമെന്റൽ ഫാക്ടർ ദാറ്റ് കോസസ് അട്രാക്ഷൻസ് ഓർ റിപ്പൾഷൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ്. ദർ ആർ 2 ടൈപ്പ് ഓഫ് ചാർജ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. മനസ്സിലായോ? അതായത് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണവും വികർഷണങ്ങൾക്ക് കാരണമാകുന്ന അടിസ്ഥാന ഘടകമാണ് വൈദ്യുത ചാർജ് എന്ന് പറയുന്നത്. ചാർജുകൾ പ്രധാനമായിട്ടും 2 വിധമുണ്ട്, പോസിറ്റീവും നെഗറ്റീവും. എർത്തിങ് എന്നാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ എർത്തിങ്? അതാ bringing in object in contact with the earth, so as the allow the flow of electric charge is called earthing. ചാർജ് പ്രവഹിക്കത്തക്ക വിധത്തിൽ ഭൂമിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയാണ് എർത്തിങ് എന്ന് പറയുന്നത്. അടുത്ത ഇലക്ട്രോ മാഗ്നറ്റും പെർമനന്റ് മാഗ്നറ്റും തമ്മിലുള്ള 2, കാരണം നമ്മൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് 2 എണ്ണം മതി. ധ്രുവങ്ങൾ മാറ്റാൻ കഴിയും. ഇലക്ട്രോ മാഗ്നറ്റിൽ ധ്രുവങ്ങൾ മാറ്റാൻ കഴിയും, പക്ഷേ പെർമനന്റിൽ ഇത് മാറ്റാൻ കഴിയത്തില്ല. കാന്തശക്തി നിലനിർത്താൻ ഇലക്ട്രോ മാഗ്നറ്റിൽ പറ്റും, പക്ഷേ കാന്തശക്തി ദീർഘകാലം നിലനിർത്താൻ നമ്മുടെ പെർമനന്റ് മാഗ്നറ്റിലും പറ്റും. 2 എണ്ണം കമ്പയർ ചെയ്യണേ. വാട്ട് ഈസ് ആൻ ഇലക്ട്രോസ്കോപ്പ് എന്നാൽ എന്ത്? ഇലക്ട്രോസ്കോപ്പ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ആൻഡ് മെഷർ ഇലക്ട്രിക് ചാർജ്. വൈദ്യുത ചാർജിന്റെ സാന്നിധ്യവും അളവും കണ്ടെത്തുന്നതിനുള്ള ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൗകര്യപൂർവ്വം ജലത്തെ വൈദ്യുത വിശ്ലേഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹോഫ്മാൻ ജല വോൾട്ടാമീറ്റർ കേട്ടോ.
യൂസ്ഡ് ടു ഇലക്ട്രോലൈസ് വാട്ടർ കൺവീനിയൻ്റ്ലി. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. ഹോഫ്മാൻ ജല വോൾട്ട മീറ്റർ. ഇനി ആസ് എ വാട്ടർ ഡിസോൾവ്ഡ് എ വൈഡ് റേഞ്ച് ഓഫ് സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ്. നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് ജലം എന്താണ്? ജലം ഒരു സാർവിക ലായകമാണ് അല്ലെ, യൂണിവേഴ്സൽ സോൾവെന്റ് ആണ്. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ അറ്റ് വെരി ഹൈ ആൾട്ടിറ്റ്യൂഡ് അല്ലെ ഈസ് വളരെ ഉയർന്ന പ്രദേശങ്ങൾ ജലത്തിന്റെ തിളനില എപ്പോഴും എന്താ നിങ്ങൾ 100 ഡിഗ്രി സെൽഷ്യസിൽ കുറവാണ് കേട്ടോ, കുറവാണ്, ലെസ് ദാൻ ആണ്. വാട്ടർ സബ്സ്റ്റൻസ് ഈസ് ആഡഡ് ടു വാട്ടർ ടു ചേഞ്ച് ഇറ്റ്സ് പെർമനന്റ് ഹാർഡ്നെസ്. ജലത്തിന്റെ സ്ഥിര കാഠിന്യം മാറ്റാൻ വേണ്ടി അതിലേക്ക് ചേർക്കുന്ന പദാർത്ഥം സോഡിയം കാർബണേറ്റ് ആണ്. സോഡിയം കാർബണേറ്റ്. പ്രഷർ കുക്കറിന്റെ പ്രവർത്തന തത്വം എന്താണ്? മർദ്ദം വർദ്ധിക്കുമ്പോൾ ജലത്തിന്റെ തിളനില ഉയർന്നു എന്നതാണ് പ്രഷർ കുക്കറിന്റെ പ്രവർത്തന തത്വം. പ്രിൻസിപ്പിൾസ് ഓഫ് പ്രഷർ കുക്കർ എന്താണ്? വെൻ പ്രഷർ ഇൻക്രീസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻക്രീസ്. ഗോളീയ ദർപ്പണത്തിൽ പതന കോണും പ്രതിപതന കോണും എപ്പോഴും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും കേട്ടോ. 40 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ വക്രത ആരം എത്രയായിരിക്കും? ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് വുഡ് ബി ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ കോൺകേവ് മിറർ വിത്ത് എ ഫോക്കൽ ലെങ്ത് ഓഫ് 40 സെന്റിമീറ്റർ? എപ്പോഴും ഓർത്തോണം, R കാണുന്ന ലൊക്കേഷൻ 2F ആണ്, F കാണുന്ന ലൊക്കേഷൻ R/2 ആണ്. അപ്പൊ നമുക്ക് എന്താണ് തന്നേക്കുന്നത് നോക്കുക. ഇവിടെ നമുക്ക് വക്രത ആരം 6 ആണ് തന്നിരിക്കുന്നത്. 6 തന്നാൽ 2 ഇൻറ്റു എഫ് അല്ലെ, 6 കാണണമെങ്കിൽ 2 ഇൻറ്റു എഫ് 80 സെന്റിമീറ്റർ. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ ഇതിലെ കണക്കുകൾ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ഫോംഡ് ബൈ ദ പ്ലെയിൻ മിറർ? ഒരു സമതല ദർപ്പണത്തിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഒരു സമതല ദർപ്പണങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ പ്രത്യേകതകൾ എന്താണ്? ഇറക്റ്റ് ആണ്, വെർച്വൽ ആണ്, സെയിം സൈസ് ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, ലാറ്ററലി ഇൻവേർട്ടഡുമാണ് കേട്ടോ. നിവർന്നതാണ്, മിഥ്യയാണ്, വസ്തുവിൻ്റെ അതേ വലിപ്പമാണ്, പാർശ്വ വിപരീയവും ഉള്ളതുമാണ് കേട്ടോ. ഓക്കെ. കാന്തിക മണ്ഡല രേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവിനെയാണ് പെർമിയബിലിറ്റി എന്നാൽ എന്ത് കേട്ടോ. പെർമിയബിലിറ്റി എന്നാൽ എന്ത്? അത് ഞാൻ വേറെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളതുകൊണ്ടാണ് ഇവിടെ എഴുതാഞ്ഞത്. സ്ഥിരകാന്തത്തിന് ഉദാഹരണമാവും നിങ്ങൾ ലോഡ് സ്റ്റോൺ. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്, നമുക്ക് എല്ലാ ചാപ്റ്ററിൽ നിന്നും പ്രധാനപ്പെട്ട വൺ വേർഡുകൾ ആയതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. നിങ്ങൾ എന്താ ചെയ്യുക? സമാധാനത്തെ നിങ്ങൾ എഴുതിയെടുക്കാമെന്ന് നിങ്ങളുടെ ജോലിയാട്ടോ. അടുത്ത സ്ഥിരകാന്തത്തിന് ഉദാഹരണമാണ് ലോഡ് സ്റ്റോൺ. 2 വട്ടം. പെർമിയബിലിറ്റി എന്നാൽ എന്ത്? ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ? പെർമിയബിലിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ടു പാസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ത്രൂ ഇറ്റ്. കാന്തിക മണ്ഡല രേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള കഴിവാണ് പെർമിയബിലിറ്റി. കാന്തിക പ്രേരണം എന്നാൽ എന്താണ്? ദി ഫിനോമിന ഓഫ് എ സബ്സ്റ്റൻസ് അക്വയറിംഗ് മാഗ്നറ്റിസം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ മാഗ്നറ്റ് ഈസ് നോൺ ആസ് മാഗ്നറ്റിക് ഇൻഡക്ഷൻസ്. അതായത് കാന്തത്തിന്റെ സ്വാധീനം മൂലം ഒരു കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്ന പ്രതിഭാസമാണ് കാന്തിക പ്രേരണം. അതുപോലെ തന്നെ ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന മുഖ്യ കണങ്ങളാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട 2 കണങ്ങളാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും. പ്രഷർ എന്നാൽ എന്ത്? നമ്മൾ പറഞ്ഞതാ അല്ലേ, പ്രഷർ. ഓക്കെ. പ്രഷർ അളക്കുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞതാണ് ത്രസ്റ്റ് ബൈ ഏരിയ ആണ് കേട്ടോ. വ്യാപക മർദ്ദം ബൈ പരപ്പളമാണ്. ഓർത്തോണേ, മർദ്ദത്തിന്റെ SI യൂണിറ്റ് പാസ്കൽ ആണ് കേട്ടോ. ട്രസ്റ്റ് റിമൈൻസ് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. വ്യാപക മർദ്ദം സ്ഥിരമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ മർദ്ദം പരപ്പളവിന് ഡാഷ് അനുപാതമായിരിക്കും. എപ്പോഴും ഇൻവേഴ്സലി ആയിരിക്കും കേട്ടോ, വിപരീതമായിരിക്കും. പ്രതല പരപ്പളവ് കുറയുമ്പോൾ മർദ്ദവും കൂടുന്നു. പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടുന്നു. ത്രസ്റ്റ് എന്നാൽ എന്ത് നമ്മൾ പറഞ്ഞതാണ്. ലിക്വിഡ് പ്രഷർ എന്നാൽ എന്താവും നിങ്ങളെ? ദ്രാവക മർദ്ദം. ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദമാണ് അതിൻ്റെ ദ്രാവക മർദ്ദം. ത്രസ്റ്റ് നമ്മൾ പറഞ്ഞതുകൊണ്ടാണ് വിട്ടേക്കുന്നത്. ഓക്കെ. ദ്രാവക മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? ഹൈ ഓഫ് ലിക്വിഡ് കോളം, ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് കേട്ടോ. ദ്രാവക രൂപത്തിന്റെ ഉയരവും ദ്രാവകത്തിന്റെ സാന്ദ്രതയുമാണ്. ദ്രാവക മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം എന്താണ്? മർദ്ദമാപിനി അല്ലേ, മാനോമീറ്റർ. ദ്രാവകത്തിന്റെ ആഴം, സാന്ദ്രത എന്നിവ കൂടുന്തോറും മർദ്ദം കൂടുന്നു കേട്ടോ. ഗ്യാസ് പ്രഷർ. വാതകമർദ്ദം എന്നാൽ എന്താണ്? യൂണിറ്റ് പരപ്പളവിൽ ഒരു വാതകം ലംബമായി പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം. കണികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് മർദ്ദം വർദ്ധിക്കുന്നു. വ്യാപ്തം കൂടുന്നതിനനുസരിച്ച് മർദ്ദം കുറയുന്നു. എല്ലാം ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ. ഓക്കെ. അടുത്ത താപനില കൂടുമ്പോൾ മർദ്ദം എന്ത് ചെയ്യുന്നു? താപനില എപ്പോൾ കൂടുമ്പോഴും മർദ്ദം അവിടെ കൂടുക ചെയ്യുന്നത് കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. നമ്മുടെ സമുദ്രനിരപ്പിലെ അന്തരീക്ഷമർദ്ദം സമുദ്രനിരപ്പിലെ അന്തരീക്ഷമർദ്ദത്തിനെ പ്രമാണ അന്തരീക്ഷമർദ്ദം എന്നാണ് പറയുന്നത് കേട്ടോ. പ്രമാണ അന്തരീക്ഷമർദ്ദം. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ ആണ്. നമ്മൾ കൊച്ചിലെ മുതലേ പഠിക്കുന്നത്, എന്നാലും പറഞ്ഞതാണ്. ഉരസുമ്പോൾ വസ്തുക്കൾക്ക് പരസ്പരം ആകർഷിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ദ എബിലിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ടു അട്രാക്ട് ഈച്ച് അതർ വെൻ റബ്ഡ് ഈസ് ഡ്യൂ ടു ദ അക്യുമുലേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഓർമ്മയുണ്ടോ? നമ്മൾ മുടി ബലൂണ് ഓർമ്മയുണ്ടോ? അതൊക്കെ വരച്ച് അല്ലേ. ഓക്കെ. ഇലക്ട്രിക് ചാർജ് എന്നാൽ എന്ത്? ഇലക്ട്രിക് ചാർജ്. ഓക്കെ.
വൈദ്യുത ചാർജ് എന്നാൽ എന്തെന്നാണ്? വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ വികർഷണങ്ങൾക്ക് കാരണമാകുന്ന അടിസ്ഥാന ഘടകമാണ് വൈദ്യുത ചാർജ്. വാട്ട് ആർ ദ മെയിൻ പാർട്ടിക്കിൾസ് ഓഫ് ആൻ ആറ്റം? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. അല്ലെ, ആറ്റത്തിലെ പ്രധാന കണങ്ങൾ 3 അത് ഓർത്തു വെച്ചേക്കണേ. ന്യൂക്ലിയസിലെ പ്രധാന കണങ്ങൾ പ്രോട്ടോണും ന്യൂട്രോണുമാണ്. തിരിഞ്ഞു പോകല്ലേ അത് കേട്ടോ. വാട്ട് ആർ ദ ചാർജുകൾ ഏതൊക്കെയാണ്? പ്രോട്ടോണിന് പോസിറ്റീവ്, ന്യൂട്രോണിന് നോ ചാർജ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്. ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണങ്ങൾ എപ്പോഴും ഇലക്ട്രോൺ ആയിരിക്കും കേട്ടോ. എർത്തിങ് എന്നാൽ എന്ത്? നമ്മൾ പഠിച്ചതാണ് കേട്ടോ. എർത്തിങ് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞതാണ്. 26. ഓക്കെ, 27. വാട്ട് ആർ ദ ഗ്ലൗ അല്ലെ, ഗ്ലൗസ് നമ്മൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് അതൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞ. സമ്പർക്കരഹിതമായി വസ്തുക്കൾക്ക് ചാർജ് ചെയ്യുന്ന രീതി ഏതാണ്? പ്രേരണ മുഖേനയുള്ള ചാർജിങ് ആണ്. ഞാൻ ഈ വായിക്കുന്നില്ലെങ്കിലും ഇതെല്ലാ നോട്ടും ഇതിനകത്തിലുണ്ട് കേട്ടോ. ഒരു മാർക്കിന് ഇച്ചിരിയേ ഉള്ളൂ നിങ്ങളെ, നോട്ട് ഇച്ചിരിയേ ഉള്ളൂ. നോക്കിയേ, ഇവിടെ ആൻറ്റി സ്റ്റാറ്റിക് ഗ്ലൗസ് ഇത്രയേ ഉള്ളൂ, ഒരു മാർഗം അതിന്. പക്ഷെ ഞാൻ ഈ വായിക്കുന്നത് നിങ്ങൾ ഈ നോട്ട് നോക്കണേ. സ്ഥിത വൈദ്യുത പ്രേരണം, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്നാൽ എന്ത്? കണ്ടോ, ഇതെല്ലാം നോട്ട് ഒരു മാർഗിൽ ഒറ്റ വരിയേ ഉള്ളില്ല. വസ്തുക്കളുടെ ചാർജ് കണ്ടെത്തുന്നതിനുള്ള അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. വാട്ട് ഈസ് ദ യൂസസ് ഓഫ് എ കപ്പാസിറ്റർ? കപ്പാസിറ്ററിന്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വൈദ്യുത ചാർജ് സംഭരിക്കുന്നതിനുള്ള ഒരു സംവിധാനം. വൈദ്യുത ചാർജ് സംഭരിക്കുന്നതാണ് കപ്പാസിറ്റർ. കപ്പാസിറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാലോ, ഒരു കപ്പാസിറ്ററിന്റെ ചാർജ് സംഭരിക്കുന്നതിനുള്ള ശേഷിയാണ് അതിന്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതിന്റെ യൂണിറ്റ് ഫാരഡ്. വാട്ട് ആർ ദ 2-way പ്രൊട്ടക്റ്റീവ്? ഇടിമിന്നലിൽ നിന്നും രക്ഷ നേടുന്നതിനുള്ള 2 മാർഗങ്ങളാണ് ലൈറ്റിനിങ് അറസ്റ്ററും ലൈറ്റിനിങ് കണ്ടക്ടറും. കാന്തങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന എന്തെല്ലാമാണ്? കാന്തങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ഏതെല്ലാമാണ്? സ്പീക്കർ, ഹെഡ്ഫോൺ, എന്തിനെല്ലാം കാന്തങ്ങൾ ഒരുപാട് കാര്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അടുത്ത നാച്ചുറൽ മാഗ്നറ്റ് എന്നാൽ എന്താണ്? സ്വാഭാവിക കാന്തങ്ങൾ എന്നാൽ എന്താണ്? പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭ്യമാകുന്ന കാന്തങ്ങളെയാണ് സ്വാഭാവിക കാന്തങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റോ, ലോഹസങ്കരങ്ങൾ ഉപയോഗിച്ച് കൃത്രിമമായിട്ട് നിർമ്മിക്കുന്ന കാന്തങ്ങളാണ് കൃത്രിമ കാന്തങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അനിൽനിക്കോ മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഘടകങ്ങളാണ് അലൂമിനിയവും, നിക്കലും, കൊബാൾട്ട്, അയൺ. വിവിധതരം കാന്തങ്ങൾ നമുക്കറിയാം അല്ലേ, പല തരത്തിലുള്ള കാന്തങ്ങളുണ്ട്. കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? ഇരുമ്പ് ഓക്സൈഡും ബേരിയം അല്ലെങ്കിൽ സ്ട്രോൺഷ്യം പോലെയുള്ള മൂലകങ്ങളുടെ കാർബണേറ്റുകളും ചേർന്നാണ് ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ഉണ്ടാകുന്നത്. എ മാഗ്നറ്റ് ഹാസ് 2 പോൾസ്. നമുക്കറിയാം അല്ലേ, നോർത്ത് പോളും സൗത്ത് പോളും. ലൈക്ക് പോൾ എന്ന് വെച്ചാൽ കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ പരസ്പരം വികർഷിക്കുന്നു. മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ പരസ്പരം വികർഷിക്കുന്നു, കാന്തത്തിന്റെ വിജാതീയ ധ്രുവങ്ങൾ പരസ്പരം ആകർഷിക്കുന്നു. മാഗ്നറ്റ് ലെവിറ്റേഷൻ എന്നാൽ എന്താണ്? ലെവിറ്റേഷൻ ഉണ്ടോ, കാണാൻ പറ്റുന്നല്ലോ. ഓക്കെ, 42. 43. കാന്തിക വസ്തുക്കൾ എന്നാൽ എന്താണ്? അകാന്തിക വസ്തുക്കൾ എന്നാൽ എന്താണ്? കണ്ടല്ലോ. അടുത്ത കാന്തവൽക്കരണം, മാഗ്നറ്റൈസേഷൻ എന്നാൽ എന്താണ്? എല്ലാം ഓരോ വരിയുള്ള കുഞ്ഞുങ്ങളെ. കാന്തിക മണ്ഡലം എന്നാൽ എന്താണ്? കാന്തിക മണ്ഡലം എന്നാൽ എന്താണ്? കാന്തിക ബലരേഖ എന്നാൽ എന്താണ്? കാന്തിക ബലരേഖ എന്നാൽ എന്താണ്? കാന്തിക ഫ്ലക്സ് സാന്ദ്രത എന്നാൽ എന്താണ്? ചക്രങ്ങളില്ലാതെ ഓടുന്ന ട്രെയിനുകളാണ് മാഗ്ലെവ് ട്രെയിനുകൾ കേട്ടോ. GPS-ന്റെ ഫുൾ ഫോം ആണ് ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം. ഓക്കെ, അടുത്ത മൺവാർഗിന്റെ കുറേ എഴുതിയായിരുന്നു കുഞ്ഞുങ്ങളെ. ആസിഡുകളുടെ pH മൂല്യം 7 കുറവാണ്. ബേസുകളുടെ ഞാനൊന്ന് പെട്ടെന്ന് വായിച്ചു പോകാം കേട്ടോ. അൻറ്റാസിഡുകൾ എന്നാൽ എന്താണ്? അൻറ്റാസിഡുകൾ എന്നാൽ എന്താണ്? ഒരു മാർക്കിൻ്റെ ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അൻറ്റാസിഡുകൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ബേസിക് പദാർത്ഥം ഏതാണ്? മിൽക്ക് ഓഫ് മഗ്നീഷ്യ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽസ് നോക്കണേ നിങ്ങളെ, ഞാൻ സ്പീഡിൽ പോകുന്നെങ്കിൽ. മാലിയബിലിറ്റി എന്നാൽ എന്താണ്? ലോഹങ്ങളെ അടിച്ചു പരത്തി തകിടുകളാക്കാൻ കഴിയുന്നതിനെയാണ് മാലിയബിലിറ്റി. കണ്ടോ, ഹൈഡ്രജന്റെ പ്രതീകം ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ രാസസൂത്രം എന്താണ്? നൈട്രിക് ആസിഡ് ജലത്തിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന അയണുകൾ ഏതെല്ലാമാണ്? 11. ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന ദ്രവനിലയ്ക്ക് ഉള്ളത്, താഴ്ന്ന ദ്രവനില 2 ലോഹങ്ങളുടെ പേരെഴുതാൻ. ഗാലിയവും സീസിയവുമാണ്. മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന 2 ലോഹങ്ങളുടെ പേരെഴുതാൻ. pH സ്കെയിൽ ആവിഷ്കരിച്ചത് ആരാണ്? ഉണ്ടോ? ആസിഡുകൾക്ക് പൊതുവെ എന്ത് രുചിയാണ്? ആസിഡുകൾക്ക് ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഏത് വാതകമാണ് ഉണ്ടാകുന്നത്? ആസിഡുകൾ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? മാറ്റർ എന്നാൽ എന്താണ്? കേട്ടോ, മാറ്റർ മീൻസ് പദാർത്ഥം എന്നാൽ എന്താണ്? യൂസസ് ഓഫ് വാട്ടർ, ജലത്തിൻ്റെ ഉപയോഗം അല്ലേ, നമുക്ക് കുഞ്ഞിലെ മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. കോസസ് വാട്ടർ ഹാർഡ്നെസ്, ജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണം എന്താണ്? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. ജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണം എന്താണ്? പിന്നെ ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ ലവണങ്ങൾ ഏതെല്ലാമാണ്? സ്ഥിരമല്ലാത്ത കാഠിന്യം ഏതെല്ലാമാണ്? സ്ഥിരമല്ലാത്തത്. സർഫേസ് ടെൻഷൻ എന്നാൽ എന്താണ് കേട്ടോ? സർഫേസ് ടെൻഷൻ ഓർമ്മയുണ്ടോ? അതൊക്കെ നമ്മൾ പഠിച്ചത്.
പ്രതലബലം. ഹീറ്റ് കപ്പാസിറ്റി എന്നാൽ എന്താണ്? ഹീറ്റിംഗ് കപ്പാസിറ്റി. പിന്നെ ഹാർഡ് ആസിഡുകൾ, നമ്മുടെ ഭക്ഷ്യവസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ഏതെല്ലാം, അതൊക്കെ നമ്മൾ കുറേ പഠിച്ചത്. ആസിഡുകളെക്കുറിച്ചും ബേസിഡുകളെക്കുറിച്ചും ഒക്കെ കുറേ നമ്മൾ പഠിച്ചതാണ്. പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡുകൾ, ആസിഡുകളെക്കുറിച്ച് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ആസിഡുകൾക്ക് പുളിരുചിയാണ്, എന്താ, ഓക്കെ. കാന്തങ്ങൾ ഉപയോഗപ്പെടുന്ന ഏതാനും സന്ദർഭങ്ങൾ എഴുതാൻ MREക്കും ഒക്കെ ഓർമ്മയുണ്ടോ? സ്വാഭാവിക നാച്ചുറൽ മാഗ്നറ്റ് എന്താണ്? ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്താണ്? കൃത്രിമ കാന്തങ്ങൾ ഏതൊക്കെയാണ്? ഉണ്ടോ കൃത്രിമ കാന്തങ്ങൾ? ഒരു കാന്തത്തിന് എത്ര ധ്രുവങ്ങളുണ്ട്? റിപ്പലും അട്രാക്ഷൻ്റെ അതും നല്ലപോലെ നോക്കണം കേട്ടോ. ലൈക്ക് പോൾസും അൺലൈക്ക് പോൾസും ഏതൊക്കെയാണ്? മാഗ്നറ്റിക് ഡെലിവേഷൻ അല്ലേ, ലെവിറ്റേഷന് യൂസസ് ഓഫ് മാഗ്നറ്റിക് ലെവിറ്റേഷന്. ഡിജിറ്റൽ കോമ്പസിൻ്റെ ചോദിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ കോമ്പസ് അതിൻ്റെ മലയാളം ഉണ്ട് കേട്ടോ. ഡിജിറ്റൽ കോമ്പസിൻ്റെ മലയാളം. മാഗ്നറ്റിക് ഫ്ലക്സ് എന്നാൽ എന്താണ്? ഫ്ലക്സ് അത് നമ്മൾ മുമ്പ് പറഞ്ഞല്ലേ. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്താണ്? അത് മുമ്പേ ഒരു മാർക്കിൻ്റെ കുറച്ച് എഴുതി കാണിച്ചതല്ലേ. 4. കാന്തിക പ്രേരണം എന്നാൽ എന്താണ്? കാന്തിക പ്രേരണം. സസ്പെക്റ്റബിലിറ്റി, റിറ്റേൻറ്റിവിറ്റി തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ ചോദിക്കും. പെർമിയബിലിറ്റി മുമ്പ് ഞാൻ ചോദിച്ചില്ലയോ? പെർമിയബിലിറ്റി പറഞ്ഞത് തന്നെ, ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്നുണ്ട്. വൈദ്യുത കാന്തങ്ങൾ എന്നാൽ എന്താണ്? കേട്ടോ. സെല്ല് നീക്കിയ ശേഷം പച്ചിരുമ്പ് കഷ്ണം പേപ്പർ ക്ലിപ്പുകളെ ആകർഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമുണ്ട്. അതായത് ഞാൻ ഈ സത്യം പറഞ്ഞാൽ ഈ എല്ലാ നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ഫുൾ നോട്ടും സത്യത്തിൽ ഇതിനകത്തുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. അത് കണ്ടോ, ഇത് നല്ലപോലെ പഠിക്കുന്ന ഒരു കൂടാണ്ട്. പെർമനൻറ്റ് മാഗ്നറ്റും മുമ്പേ ഞാൻ ഇലക്ട്രോ മാഗ്നറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഉറപ്പായിട്ടും ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ മൊത്തം ചാപ്റ്ററിൻ്റെയും 1 വേഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതെങ്കിലും ചാപ്റ്ററിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് പറ. ചാപ്റ്ററിൽ ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ നോട്ട് കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറ കേട്ടോ. നമ്മുടെ ചാപ്റ്റർ എല്ലാം മൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണോ നിങ്ങളിപ്പോൾ തന്നത്. തിരിച്ച് മറിച്ചും ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് വൃത്തിയായിട്ടിരുന്ന് എഴുതി പഠിക്കുക. എഴുതാൻ വയ്യാത്തവർ നോക്കി പഠിച്ചാൽ മതി കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻ ആൻസറുകളും അല്ലെ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ഇരുന്ന് പഠിക്കുക. അത് കാണാതെ ഒന്നുകൂടെ ട്രൈ ചെയ്യുക. അങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത് കേട്ടോ. എഴുതാൻ മടിയുള്ളവർ നോക്കി അങ്ങ് പഠിച്ചാലും മതി കേട്ടോ. ഓക്കെ, ഞങ്ങൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് കേട്ടോ. എല്ലാവരും വൃത്തിയായിട്ടിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതണം. ഓക്കെ, താങ്ക് യു.